റാഫിഅൻ ബസറഹു വയദൈഹി ഇലസ്സമാ, അവന്റെ രണ്ട് കൈയും മുകളിലേക്ക് പൊക്കണം. വബസറഹു, അവന്റെ ദൃഷ്ടിയും പൊക്കണം. ഇലസ്സമാ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഖിരീന വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സലാത്തിനാം ചൊല്ലണം. അതാ പൂർത്തിയാണ്. അതുവരെ കൈ എങ്ങനെ? എന്നാൽ സ്വർഗത്തിന്റെ 8 വാതിലും യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, സ്വർഗത്തിന്റെ 8 വാതിലും നിനക്ക് വേണ്ടി തുറക്കപ്പെടും. മരിച്ചാ മതി, സ്വർഗത്തിന്റെ 8 വാതിലിന്റെ പരിമളം നീ ആസ്വദിക്കും. ഹമിദല്ലാഹു വഅസ്ന അലൈഹി വമജ്ജദു ബില്ലദീ ഹുവ ലഹു അഹ്ലുൻ വഫറഖ ഖൽബഹു ലില്ലാഹി ഇല്ലൻ സറഫ മിൻ ഖതിയതി കഹയതി യൗമ വലദതുഹു ഉമ്മുഹു. ആ വുളൂം ചെയ്തിട്ട് എൻ്റെ കൽബ് റബ്ബിനെ വിട്ടുകൊടുത്തളാം. അപ്പൊ ഈ എന്തായി? പിന്നെ ഒന്ന് നിസ്കരിച്ചു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആണ് പുറപ്പെട്ടാൽ എൻ്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലത്തെ കുട്ടിയപ്പോ. കാരണം ഉദൂവിൻ്റെ ശേഷം 2 റക്അത്ത് നിസ്കാരം. ഇപ്പം ഹജ്ജൊന്നും വേണ്ട. ഇപ്പോൾ ഒരു പ്രസവിച്ച കുട്ടിയെപ്പോലെ തിരിച്ചു വരുമെന്ന് നമ്മൾ എന്തിനാ പറയാ? ഹജ്ജ് ചെയ്താൽ ഉദൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ അവൻ കഹൈഅതിഹി യൗമ വലദതുഹു ഉമ്മുഹു, അവനമ്മ അവനെ പ്രസവിച്ചതുപോലെ അവൻ ആയിത്തീരും. ഒരു പ്രശ്നമില്ലാതെയാവും, ഒന്നുമില്ല എന്ന്. ഹബീബായ അൻ അബി ഉമാമ ഖാല സമിഅതു റസൂലല്ലാഹ്, അബൂ ഉമാമ തങ്ങളെ തൊട്ട് റളിയല്ലാഹു അൻഹു ഹബീബായ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ തവല്ലഅ, ഒരാൾ വുളു എടുത്തു, ഫഅസ്ബഗൽ വുളുഅ, വുളുഇനെ അവൻ പൂർത്തിയാക്കി ചെയ്തു. ഇവിടെയൊക്കെ പ്രശ്നം എന്താണ്? വുളുവിനെ പൂർത്തിയാക്കുക എന്ന വെള്ളം കളയലല്ല. ഇപ്പം വുളു ചെയ്യുന്നോടത്ത് ഏറ്റവും വെള്ളം കളയണമല്ലേ നമ്മൾ ഇന്ന്? പക്ഷെ ഇല്ലേ, വെള്ളത്തെ പോലെയല്ല. ഇപ്പൊ ഇഷ്ടം പോലെ വെള്ളം കളയും. എന്തില്ല? വുളുഇല്ല, വെള്ളം കളയും. ഹബീബായ നബിയോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 ലിറ്റർ വേണ്ട, 800 മില്ലി കൊണ്ട് വുളു കൊടുക്കും. 800 മില്ലി കൊണ്ട് വുളു കൊടുക്കും. നമ്മൾ 800 മില്ലി കൊണ്ട് മുഖം കഴുകൂല. നമുക്കൊരു 3 ലിറ്റർ വെള്ളം കൊണ്ട് മുഖം കഴുകാൻ, എന്നിട്ട് മുഖം മുഴുവൻ നനയില്ല. എന്താ കാരണം? സൂക്ഷ്മതല്ല. കുറെ വെള്ളം പോയിട്ട് കാര്യമില്ല. തല തടഞ്ഞു, ചെവി തടഞ്ഞു. സുമ്മ ഖാമ ഇല സ്വലാത്തിൽ മഫ്റൂള വഫറല്ലാഹു ലഹു ഫീ ദാലികൽ യൗമി മാ മസത് ഇലൈഹി റിജ്ലാ മാ മശത് ഇലൈഹി റിജ്ലാ വഖബലത അലൈഹി യദാ വസമിഅത് ഇലൈഹി ഉദ്നാ വനദറത് ഇലൈഹി ഐനാ. നല്ല നിലക്ക് വുളു ചെയ്ത് നിസ്കരിച്ചാല് കൈകൊണ്ടുള്ള ദോഷം അപ്പൊ തീരും, കാലുകൊണ്ടുള്ളതും അവിടെ തീരും, ചെവി കൊണ്ടുള്ളത് അവിടെ തീരും, കണ്ണുകൊണ്ടുള്ളതും അവിടെ തീരും. എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന് ഒക്കെ ശരിയാവും, എല്ലാം ശരിയാവും. നസലത്ത് ഖതിയത്തു, അവന്റെ ദോഷം ഇറങ്ങും. മിൻ സമഇഹി വബസരിഹി ഖുത്റാ, ആ വെള്ളത്തിന്റെ തുള്ളി താഴത്തേക്ക് വീഴുമ്പോഴത്തിന് അവന്റെ കണ്ണിന്റെയും ചെവിയുടെയും ഒക്കെ മൂക്കിന്റെ ഒക്കെ ദോഷം പുറത്തേക്ക് ഇങ്ങനെ ചാടും. എല്ലാം എന്ന് അതിന്റെ 2 റക്അത്ത് നിസ്കാരം കൂടി നിസ്കരിച്ചാൽ അവന്റെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കും, വലിയ സ്ഥാനത്താവും. അവൻ അവിടെ ഇരുന്നാൽ പോലും വുളു ശരിയായിട്ടോ അവിടെ ഇരുന്നു പള്ളി കൈ കുത്തുന്നാൽ പോലും വുളു ശരിയായാൽ ഒക്കെ ശരിയായി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വുളുവിൻ്റെ കൂട്ടി പറയുന്നില്ല. വുളുവിൻ്റെ ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിതെല്ലാം പറഞ്ഞത്. വുളുവിന് ശേഷമുള്ള ദുആ അതാരും മറക്കരുത്. വുളുവിൻ്റെ ശേഷമുള്ള ദുആ പറയാനാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ടുവന്നത് മർമ്മമായിട്ടും.
പിന്നെ ആ കൂട്ടത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. സ്വർഗത്തിൻ്റെ 8 വാതിൽ തുറക്കും ഒരാൾ ഉള്ളത് ചെയ്യുമ്പോൾ. ചെയ്യേണ്ട പോലെ ചെയ്താൽ സ്വർഗത്തിൻ്റെ 8 വാതിൽ തുറക്കും. ഒന്നും ചെയ്താൽ നടക്കും. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ഉളു പഠിക്കണം. ഉളു പഠിക്കാൻ വേണ്ടി എത്ര ആയിരം ചിലവാക്കിയാലും നഷ്ടമല്ല. ഉളു പഠിക്കണം. ഇനിയിപ്പോൾ വലിയ വലിയ മനുഷ്യന്മാരായ നമ്മൾ, നാട്ടിലെ വലിയ സ്വാരിയായ സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളെ ഉളു കാണിച്ചു കൊടുക്കണം. നിങ്ങൾ എൻ്റെ ഉളു തിരുത്തി ക്ലിയറാക്കി കൊടുത്തു. അയാൾക്ക് 1000 രൂപ നമ്മൾ കൊടുത്തു. 30 സർട്ടിഫിക്കറ്റ് തന്നു. എൻ്റെ ഉളു ശരിയാണ്. ക്ലിയറാക്കി തന്നു. ശരിക്കും ക്ലിയറാക്കി തന്നു. അതാ സുന്നത്ത് ഒക്കെ. അപ്പോഴത്തേന് ഉളു കൊടുക്കുമ്പോൾ സമയമാവും ചെയ്യും. നമുക്ക് നേരമില്ല. നമ്മളെ പറകുട്ടി നമുക്ക് പ്രധാന പ്രശ്നം എന്താ? നേരമില്ല. ഒന്നും നേരമില്ല. അപ്പോൾ ആദാബൊക്കെ പോയി. ഒരു മനുഷ്യന് ധൃതിയാവുമ്പോഴാണ് ആദാബില്ലാതെയാകുക. ആദാബാണ്. ചിന്തിക്കുക. അതാവൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാത്തിനും അതാ നഷ്ടപ്പെട്ടു. ഒരു ഭക്ഷണം കണ്ടാൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരണം ഒക്കെ മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും ചെയ്തു പോകുന്നതാണ്. ഇപ്പം അതൊന്നുമില്ല. അതില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. വളരെ വേദനാജനക മുസ്ലിമീങ്ങൾ നിലവിലുള്ള കാര്യം. വേദനാജനക. ഒരു ഭക്ഷണത്തിൽ സന്തോഷിച്ച് അള്ളാഹിനെ സ്തുതിച്ചിട്ടല്ലാതെ ഭക്ഷണത്തിൽ കൈവെക്കൂല. ബിസ്മില്ലാഹി കൈവെക്കും. ചിന്തിക്ക്. ഞാൻ 10 കൊല്ലം മുമ്പ് ഫലസ്തീനിൽ ഒരു ഹോട്ടലിൽ കയറി. നമ്മളെ സെൽഫ് ഓരോരുത്തരെടുക്കുന്ന എന്തായാലും പറയാം, ബഫേ സിസ്റ്റമാണ് ഭക്ഷണം. അതിൻ്റെ ഇപ്പം ഒരു 4-5 ഉണ്ട്. ഇവരെല്ലാവരും പാഞ്ഞ്, കാരണം ഭക്ഷണം വരാൻ എടുത്തെങ്കിലും എന്ന് വിചാരിച്ച് പാഞ്ഞ് പോയി ഭക്ഷണം എടുത്തു. അങ്ങനെ ഞാൻ കുറച്ച് നേരം. അപ്പോൾ എനിക്ക് തോന്നുക ലാറ്റിൻ അമേരിക്കക്കാരായിരിക്കുമെന്ന്. കുറച്ച് ക്രിസ്ത്യാനികൾ അവിടെ വന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തു, ഈ പ്ലേറ്റ് വെച്ചൊരു ഏരിയ ഉണ്ട്. പ്ലേറ്റും പോർക്കൊക്കെ സ്പൂണൊക്കെ വെച്ചൊരു ഏരിയ ഉണ്ട്. അവിടെ വന്നു. എന്നിട്ട് അച്ഛൻ അവർക്ക് ചൊല്ലി കൊടുത്തു. ആ ഭാഷ മനസ്സിലാവണില്ല. എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കക്കാരായിരിക്കും. അച്ഛൻ ചൊല്ലി കൊടുത്തു. ഇവർ ആ പോർക്കും പ്ലേറ്റും വെച്ചെടുത്തവർ വന്ന് നിന്നു. എന്നിട്ട് അച്ഛൻ അവർക്ക് ചൊല്ലി കൊടുത്തു. അങ്ങനെ അവരത് ഏറ്റ് ചൊല്ലി കഴിഞ്ഞു. അതിനുശേഷം പ്ലേറ്റ് എടുത്തോളൂ പറഞ്ഞു. പ്ലേറ്റ് എടുത്ത് ഭക്ഷണം എടുത്തു. അതെന്തൊക്കെ ഇതൊക്കെ ഇതിൻ്റെ കാളുകൾ നമ്മളല്ലേ? ഞമ്മക്കൊല്ലം ഉണ്ട്. ഒരു ഭക്ഷണം കാണുമ്പോൾ പറയണ്ട അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു പീടികയിൽ അരിച്ചാക്ക് വെക്കണ കണ്ട എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയാതെ ഒന്നും പോകരുത്. എന്തുകൊണ്ട്? അരി ഇപ്പോഴും ഉണ്ടല്ലോ. 80% 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് 80% ഇന്ത്യക്കാരും കർഷകരാണ്. ഇന്ന് 35% ഇന്ത്യക്കാരെ കർഷകർ. എന്നിട്ട് എന്തുണ്ട്? അരിയുണ്ട്. അപ്പം എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. അരിയുണ്ടല്ലോ. അരിയിട്ടില്ലേ? നിങ്ങൾ ഇന്ത്യ കൂടെ ഇല്ല. സത്യല്ലേ? കൃഷിപ്പണിന് ആളുകൾ പോയാൽ ഭക്ഷണം കിട്ടില്ലല്ലോ. അമേരിക്കയിലാകെ 5% ആളുകളാണ് കർഷകർ. ഇപ്പോൾ ആകെ അമേരിക്കയിലാകെ 5% ജനങ്ങളാണ് കർഷകർ. ഇന്ത്യയിലോ 30%. ഇന്ത്യയിൽ 1947 ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടില്ല. എത്ര ഉണ്ടായിരുന്നു? 80% ജനങ്ങൾ കർഷകരായിരുന്നു. എന്നിട്ട് എന്തുണ്ട്? അരി കൊണ്ടൊരു മാന്യമായ വില കിട്ടില്ലേ? അല്ല, ഒരു 35 റുപ്യ 40 റുപ്യൊക്കെ വില കൂടി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു മാന്യത തന്നെയല്ലേ? ഒരു ചായക്ക് 10 റുപ്യ, കടിക്ക് 10 റുപ്യ മാന്യതല്ലേ? അല്ല, ഏറെയാണ്. ആയിക്കോട്ടെ, എന്നാൽ മാന്യല്ലേ? അപ്പൊ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണ്ടേ? എന്തുകൊണ്ട് 1000 റുപ്യ കൊടുത്താലും ഒരു ചായ കിട്ടാത്ത കാലം വന്നേക്കാം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. 10 റുപ്യ എന്ന് പറഞ്ഞാൽ പിച്ചക്കാരൻ എടുക്കാത്ത പൈസ ഇല്ലേ?
ഒരു ഭിക്ഷക്കാരന് കൊടുത്താൽ പോലും ദേഷ്യം വരുന്ന പൈസ 10 രൂപ. 10 രൂപയല്ലേ ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ചായക്കുള്ളൂ. ചായ ഒരു കടി 20 രൂപ. 2000 രൂപ എടുത്താൽ കിട്ടാത്തൊരവസ്ഥ വന്നാലോ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒരു ഭക്ഷണം കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഒരു ഫ്രൂട്ട്സിന്റെ കടയിൽ പോയാൽ കട റോട്ടിൽ വണ്ടി പോയപ്പോൾ കണ്ടു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെയാണ് സ്പെയിനിന്റെ ആപ്പിളാ. എത്ര ദൂരമുണ്ട്, നമ്മൾ ജീവിതത്തിൽ സ്പെയിൻ കണ്ടിട്ടില്ല, ഞാൻ കാണും തോന്നുന്നില്ല. അമേരിക്കയുടെ ആപ്പിളാണ്, സ്പെയിനിന്റെ ആപ്പിളാണ്, ജോർദാന്റെ മുന്തിരിയാ. അതൊക്കെ ഇവിടെ എത്തിയില്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ ആദാബല്ലേ? അതൊക്കെ നമുക്കുണ്ടോ? നമുക്കിതിന് ആവശ്യമില്ല. എന്തുകൊണ്ട്? നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഏതൊരു കാര്യം ധൃതിയാണ്, ഒക്കെ ധൃതിയാണ്. അപ്പൊ ഏത് കാര്യത്തിനും എന്തിനൊരു അന്തപ്പുണ്ട്. ഒരാൾ ഒന്നു ചെയ്ത് ഇങ്ങനെയൊക്കെ ഒന്നു ചെയ്ത് കഴിഞ്ഞാൽ ഒന്നു ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിടണം. അവന്റെ എല്ലാ വുളു പൂർത്തിയാക്കുന്നത് വരെയും ഖിബ്ലക്ക് മുന്നിടണം. എന്തുകൊണ്ട്? ഖിബ്ല എന്ന് പറഞ്ഞാൽ വഹിയ അഷ്റഫുൽ ജിഹാത്തി, ഭാഗങ്ങളിൽ ഏറ്റവും നല്ല ഭാഗം ഖിബ്ലയുടെ ഭാഗമാണ്. നിസ്കാരത്തിൽ പറഞ്ഞ വഹം കൊണ്ടതാക്കിറാൻ ഇത് ദിക്റിലാണെങ്കിലും സുന്നത്താണ്. എവിടേക്ക് തിരിയല്? ഖിബ്ലയിലേക്ക് തിരിയല് സുന്നത്താണ്. കാരണം പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഖിബ്ലയുടെ ഭാഗമാണ്. പിന്നെ നീ എന്ത് ചെയ്യണം? തൻശീഫിൻ, ഒരിക്കലും വുളു ചെയ്താലും കുളിച്ചാലും വെള്ളം തോർത്തരുത് പാടില്ല. വലിയ ഗുണ. ആ വെള്ളം അവിടെ കിടന്ന് വറ്റണം. ഒരു ഇബാദത്തിന്റെ വെള്ളമാണ്. ആ ഇബാദത്ത് ശൈത്താന് ദേഷ്യമാണ്. വുളു ചെയ്താൽ എന്ത് ചെയ്യാൻ പാടില്ല? പറയും എന്ത് ചെയ്യരുത്? തോർത്തരുത്. ഞാൻ കുളിച്ചാലും തോർത്തില്ല, കുളിച്ചാലും തോർത്തില്ല. വലിയ ഗുണമാണ്. സ്കിന്നിന്റെ എല്ലാ രോഗവും അങ്ങനെ മാറും. കുളിച്ചാൽ തോർത്താതിരിക്കുക, വുളു ചെയ്യാൻ തോർത്താതിരിക്കുക. തോർത്തരുത്. വുളു കുളിക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ബനിയനിടുക. ബനിയൻ ഇറക്കിട്ടു. ഇപ്പൊ ബനിയൻ നനഞ്ഞു. ഈ കുറേ നേരം ഒരു AC കണ്ടീഷൻ ഉണ്ടാവും നിനക്ക്. നല്ല ബനിയൻ ഇട്ടു. മനസ്സിലായില്ലേ? അണ്ടർവെയറൊക്കെ ഉപയോഗിച്ചു. അതൊക്കെ എന്തായി? കുളിച്ചിട്ട്. അപ്പോൾ ആ ശുദ്ധമായ വെള്ളം അതിമേറ്റ് തട്ടി നിന്ന് അതില്ലാത്തൊരു ആനന്ദം ഉണ്ടാക്കും. മാത്രമല്ല ഇനി ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കുളിച്ചാൽ തോർത്തരുത്. കറാത്താണ്. വുളു ചെയ്താലും പ്രത്യേകിച്ച് വുളു ചെയ്താൽ അതൊരു ഇബാദത്തിന്റെ വെള്ളമാണ്. അതിന് ബാക്കി കുടിക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? ചിന്തിക്കും. വുളു ചെയ്താൽ തോർത്തേ ചെയ്യരുത്. തോർത്തന്നെ ചെയ്യരുത്. എന്നിട്ട് അവന് അപ്പം എന്താണെന്നറിയോ? ഞാൻ വുളു പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല. ഞാൻ പറഞ്ഞപ്പോൾ ആ ഭാഗം ചില സൂക്ഷിക്കേണ്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും ഒക്കെ വൃത്തിയായി ചെയ്യുക. എല്ലാം വൃത്തിയായി ചെയ്യുക. ഒരച്ചും വൃത്തിയായി ഒക്കെ ചെയ്യുക. പരമാവധി ഖിബ്ലയിലേക്ക് മുന്നിട്ട് ചെയ്യുക. ഏത് ഖൈറായ കർമ്മം ചെയ്യുമ്പോഴും എവിടേക്ക് മുന്നിടുക? ഖിബ്ലയിലേക്ക്. എന്തുകൊണ്ട്? ഖിബ്ലയിലേക്ക് മുന്നിടൽ സുന്നത്താണ്. ഖാല ഇബ്നു ഹജറിൻ, ബഹുമാനപ്പെട്ട ഞാൻ യാനത്ത് താലിബിൻ എന്ന വായിക്കണേ, ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ദിക്ർ ചൊല്ലുമ്പോൾ വരെയും ഖിബ്ലയിലേക്ക് മുന്നിടണം. എന്തുകൊണ്ട്? വുളു കഴിഞ്ഞിട്ടുള്ള വുളുവിലും വുളുവിന് ശേഷമുള്ളതിലും മാത്രമല്ല ഏത് ദിക്റും വുളുവിലേക്ക് ഖിബ്ലയിലേക്ക് മുന്നിട്ടാൽ നല്ലതാണ്. എന്തുകൊണ്ട്? ഖിബ്ല എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ജിഹാദാണ് എന്ന്. അപ്പം അങ്ങനെ വുളുവൊക്കെ പൂർത്തിയാക്കുക. വൃത്തിയായി ചെയ്യുക. എല്ലാം വൃത്തിയായി ചെയ്യുക. എന്നിട്ടോ എന്ത് ചെയ്യുക? എന്നിട്ടോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് ചൊല്ലുക.
അപ്പോൾ എന്താണ് ഉണ്ടാവുക എന്നാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. വുളു ചെയ്യേണ്ടത് പോലെ വുളു ചെയ്തിട്ട് ഈ ദുആ നിനക്ക് നീ ചെയ്താൽ, നീ ഏത് കാലക്കാരനാണ് നാട്ടുകാരനാണെങ്കിലും നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ 8 വാതിലും അപ്പോൾ തുറക്കപ്പെടും എന്ന് പുണ്യ റസൂൽ. അല്ലാഹ് മനസ്സിലായില്ല? അത് എങ്ങനെയാ ചൊല്ലേണ്ടത്? റാഫിയാൻ റസഹു ഇലസ്സമാ, മുകളിലേക്ക് കണ്ണ് ഉയർത്തി ചൊല്ലണം. അത് ചില കിതാബുകളിൽ കാണാം ആ കണ്ണുയർത്തുന്നതിൽ പരമാവധി പൊക്കുക. എല്ലാ റഹ്മത്തോട് നിന്നാണ് ഇറങ്ങി വരിക. റഹ്മത്തൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുക മേലിൽ നിന്ന്. ഒരു മൃഗം പേടിയുണ്ടെങ്കിൽ മേപ്പെട്ട നോക്കുക. ഒരു മൃഗം കരയിൽ മേപ്പെട്ട് നോക്കിയിട്ടുണ്ട്. ഏത് മൃഗവും മുകളിലേക്കൊക്കെ കയറിയ റഹ്മത്തോട് നിന്ന് ഇറങ്ങുക. മനുഷ്യൻ ലജ്ജിക്കുമ്പോഴാ തല താഴ്ത്തുക, റഹ്മത്തിന് വേണ്ടി പൊക്കും. എന്ത് ചെയ്യാവൻ എന്ത് ചെയ്യണം? റാഫിയാൻ ബസറഹു വയദൈഹി ഇലസ്സമാ, അവന്റെ 2 കൈയും മുകളിലേക്ക് പൊക്കണം. വബസറഹു, അവന്റെ ദൃഷ്ടിയും പൊക്കണം. ഇലസ്സമാ, അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഖിരീന وجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അതുവരെ കൈ എങ്ങനെ? എന്നാൽ സ്വർഗത്തിന്റെ 8 വാതിലും യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, സ്വർഗത്തിന്റെ 8 വാതിലും നിനക്ക് വേണ്ടി തുറക്കപ്പെടും. മരിച്ചാ മതി, സ്വർഗത്തിന്റെ 8 വാതിലിന്റെ പരിമളവും നീ ആസ്വദിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്തിരി അമലായാണ് മനസ്സിലാക്കുക. യുക്തബൂ, ഈ വുളുവിനെയും ദുആയിനെയും എഴുതപ്പെടും. ഫിറഖിൻ, ഒരു പ്രത്യേകമായ ഒരു രേഖയിൽ. സുമ്മ തുബിഅ ബിത്വാബിഇൻ, പിന്നെ അതിന്റെ മേലെ ഒരു സീലും വെക്കുന്നതാണ് മലക്കുകൾ. വുളു ചെയ്തിട്ട് ഈ ദുആയും ചെയ്താൽ വേഗം അത് അപ്പം തന്നെ പാക്ക് ചെയ്യും. നിസ്കരിച്ചില്ല അതിന് മുമ്പ് തന്നെ ഇത് പാക്ക് ചെയ്യും. ഒരു പ്രത്യേകമായ ഒരു പ്രമാണത്തിൽ ഇത് കയറ്റി വെക്കും. സുമ്മ തുബിഅ ബിത്വാബിഇൻ, പിന്നെ ഒരു സീൽ കൊണ്ട് അതിന്റെ മേൽ സീൽ വെക്കും. ഇനി ഇത് എടുക്കൂല, നീ ഇത് അവിടെ കിടക്കും. ഏതുവരെ? അള്ളാഹിന്റെ കോടതിയിൽ ചെത്തുന്ന വരെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫലം യുക്സറേ, പിന്നെ പ്രമാണം പൊളിക്കപ്പെടുകയില്ല. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ. എന്ന് അതായത് ലം യതതറഖ ഇലൈഹി ഇബ്താൽ, ഒരു ബാത്തിലാക്കുന്നത് ഇനി അയിന്മക്ക് കയറൂല. അതവിടെ കേറ്റവിടെ ഇട്ടു, അനങ്ങൂലഞ്ഞ്. അത് സീൽ വെച്ചിട്ട് പറഞ്ഞാൽ ഇനി പിൽക്കാലത്ത് എന്തെങ്കിലും കാര്യത്തിന് അള്ളത് പൊളിച്ചു കളയില്ല. അതവിടെ കേറ്റിട്ടു. ഇങ്ങനത്തെ ഒരാളെ ദോഷിയാവുന്നത് ആര് നോക്കും? മലക്കൾ നോക്കും. നമ്മളെ കത്ത് രക്ഷിക്കട്ടെ. നോമ്പൊത്തൊരു മനുഷ്യന്, നോമ്പ് നോറ്റൊരു മനുഷ്യൻ അങ്ങാടി കൂടെ നടക്കുമ്പോഴത്തിന് ചായ കുടിക്കാൻ നല്ല ആരോഗ്യവാന് പൈസയുണ്ട് കയ്യിൽ. ചായ കുടിക്കാനോ ജ്യൂസ് കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ ബേക്കറി കയറി തിന്നാനോ അങ്ങാടിയിൽ ഇറങ്ങിയപ്പോൾ തോന്നി. എന്താ കാരണം? മലക്ക ലൈഫിലില്ല. മലക്ക ലൈഫിലുണ്ടെങ്കിൽ അങ്ങനെ തോന്നൂല. നോമ്പോറ്റു, അത്താഴം കഴിഞ്ഞു, സുബഹിസ്കരിച്ചു. പിന്നെ ഭാര്യയെ കണ്ടു. ഇന്നലെ രാത്രി അവളോടൊരു വികാരം തോന്നിയില്ല. സുബഹിസ്കരിച്ച് പിന്നെ തോന്നിയേ. എന്താ കാരണം? മലക്ക ലൈഫിലില്ല. മലക്ക ലൈഫിലുണ്ടെങ്കിൽ അങ്ങനെ തോന്നൂല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മൾ ഇത്തരം ആളുകൾക്കൊരു ഇഫുവിനുണ്ടാവും. മൈസറിക്ക് അതുകൊണ്ട് തന്നെ വരുന്നെങ്കിൽ ഒന്നല്ല മൂമിനായി ജീവിക്കണ്ടേ. ഇനിയോ കഫറാവോ?
എന്നൊക്കെ പറയുന്നത് മനസ്സിലല്ല കുട്ടികളെ. ഇത് രേഖയായി അള്ളാഹു എവിടെ കൊടുക്കും പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ, അതായത് വുളു വൃത്തിയാക്കുക, എന്നിട്ട് എന്തു ചെയ്യുക? അതിന് ശേഷമുള്ള ദുആയും ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു തആല മലക്കളോട് പറയാം പ്രമാണത്തിലാക്കും. എന്നിട്ട് മലക്കൾ അതിൻ്റെ മേലെ സിലും വെക്കും. പിന്നെ അതിനെ ബാത്തിലാക്കുന്ന ഒന്നും ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാവില്ല എന്നല്ലേ ഇതിനർത്ഥം. പിറ്റേന്ന് നിരീശ്വരവാദിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇതിന് ഇപ്പം കഫറാവും. നിരീശ്വരവാദികളൊക്കെ നമ്മളെ വലിയ പരാജയത്തുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ നാടകങ്ങളുണ്ടായിരുന്നു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഇത് ഭൂമിയാണ് അങ്ങനെ കുറേ നാടകം കേട്ടി വന്നിട്ട് എല്ലാ അങ്ങാടിയിലും അത് പ്രദർശിപ്പിച്ചിരുന്നു. നമ്മൾ വലിയ പല നാടകം കണ്ടതുമില്ല, നമ്മൾ നിരീശ്വരവാദിയായതുമില്ല. എത്ര നാടകം അവിടെ ഉണ്ടായിരുന്നു. നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനക്കയറ്റം 1950കളിലാണ്. അത് അടിച്ചു കയറിയൊരു കാലമാണ്. അന്ന് ഓരോ നാടുകളിലും നിരീശ്വരവാദിയാക്കാനുള്ള നാടകങ്ങൾ വരും. KT മുഹമ്മദിൻ്റെ കുറച്ച് നാടകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ നാടകങ്ങളെല്ലാം ഒരളവിൽ മനുഷ്യനെ മതത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ ആ നാടകങ്ങൾ ഉപകരിച്ച്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഇത് ഭൂമിയാണ്, ഇതൊക്കെ അങ്ങനെ അതൊക്കെ KT മുഹമ്മദിൻ്റെ നാടകങ്ങളാണ്. ഇതിപ്പം നമ്മളെ വലിയ പനാർത്തുണ്ടായിരുന്നല്ലോ. അന്ന് ഒരു പഞ്ചായത്തിലൊരു നിരീശ്വരവാദില്ല. അങ്ങനത്തെ നാടകോട്ട് കേൾക്കൂല. ഇനി വേറെ എന്തെങ്കിലും വല്ല നാടകം കേൾക്കാൻ പോയാൽ തന്നെ അള്ളാനെ ചീത്ത അറിയണം, റസൂലിനെ ചീത്ത അറിയണം, ദീനിനെ ചീത്ത അറിയണമെങ്കിൽ ഇപ്പോൾ ഒന്ന് അവിടുന്ന് പറഞ്ഞു ഒരുത്തൻ മറ്റൊന്ന് തോണ്ടിപ്പോരും. അത് മറ്റതാ, അത് നമുക്ക് വേണ്ട. ഒരു പെണ്ണിൻ്റെ നഗ്നതയോ മറ്റോ ഒക്കെ ഉള്ള സർക്കസ് ഒരു കാണും. അതേ സമയത്ത് അള്ളാനെ റസൂലിനെ ചീത്ത അറിയാം, ദീനിനെ ചീത്ത അറിയാം ഒന്നും ഒരു കാണൂല. നല്ലൊരൊന്നുമല്ല, കുതിരകളിലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അള്ളാഹിൻ്റെ റസൂലിനെയും ഇന്ന് 5 വക്ത് നിസ്കരിക്കുന്നവനും നിരീശ്വരവാദിൻ്റെ പ്രസംഗം കേൾക്കാനോ ഒരു മടിയില്ല. എന്താ കാരണം? ഹിഫ്ളില്ല. അന്ന് ഒരു തമ്മാടികളാണെങ്കിൽ ഒരിക്കൽ എന്തുണ്ട്, ഈമാൻ തെറ്റുന്നതിന് മലക്കൾ ഹിഫ്ള് വെച്ചിട്ടുണ്ട്. എന്തേ? അതിന് കാരണമുണ്ട്. ഒന്ന് ഉമ്മാൻ്റെ ദ്വാ ഉണ്ടാവും, തലയിൽ കൈവച്ചിട്ട് ബാപ്പാൻ്റെ ദ്വാ ഉണ്ടാവും. ബാങ്കാണ് കൊടുത്തു എൻ്റെ കുട്ടി നാശാകരുത് പഠിച്ചോനെ. ബാപ്പാൻ്റെ കയ്യേന് മാത്രം ഉണ്ടാവും, ഉമ്മാൻ്റെ കയ്യേന് മാത്രം ഉണ്ടാവും. എന്നോ ഇന്ന് രാവും പകലും ആശുപത്രി കയറ്റിയിട്ട് വരെ ആശുപത്രി കിടന്നിട്ട് ഈ തോന്നിയാസം ഹറാമും ചെയ്ത പെണ്ണപ്പോൾ ഓള പ്രസവിച്ചത്. ഞോളെ കൈ വെച്ച അതിനും കൂടി ചെയ്താൽ കുട്ടീൻ്റെ തടിക്ക് കയറലുണ്ടാവുള്ളൂ. എന്താ കാരണം? അതന്നെ. ഇനി അതിൽപ്പെട്ട ഒരു കുട്ടി ഓളെ സമീപിക്കുകയും ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ നടന്നുള്ളൂ. അതൊക്കെ ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു അവയവത്തിലൂടെയാണോ അവൻ പുറത്തേക്ക് വന്നത് അതേ അവയവത്തിലേക്ക് വികാരത്തോടെ ചെല്ലുന്ന ആളുകൾ അവസാന കാലത്ത് ഉണ്ടാവുന്ന സുഖമുണ്ട്. അങ്ങനത്തെ ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിട്ടുള്ള ആളുകൾ ഈ കേരളത്തിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമയെ ഉറക്കെ പറയും, മനുഷ്യന്മാരെ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട് കേട്ടാ അള്ളാഹു അവസ്ഥയിലൂടെ നമ്മളെ മക്കളെയും പേരമക്കളെയും ക്രിയാമെന്നാൾ വരെ അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ ഇവിടെ നടക്കും. എന്താ കാരണം? പണ്ട് നടക്കൂല. ഉമ്മാനോട് വികാരം തോന്നൂല. ഉമ്മാനോട് പോയിട്ട് ഭാര്യയോട് വരെ വികാരത്തിന് നോട്ടം. അമ്മ വീട്ടിലുണ്ടാവുമ്പോൾ പേടിയാണ്. അതാ ആ ജനതയിൽ നമ്മൾ വരുന്നത്. സ്വന്തം ഭാര്യയോട് പൊരേന്നൊരു ഒരു വികാരത്തിൻ്റെ ഒരു വർത്താനം തമാശാരം പേടിയാണ്. എൻ്റെ മണ്ട് വരില്ല. ഇന്നോ ഈ വികാരത്തിന്റെ വർത്താനം ഉമ്മാനോട് പറയാൻ മടിയില്ലാത്ത മക്കള് ഇന്നുണ്ട് മലപ്പുറം കോഴിക്കോടിയിലും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കേസ് വേറെ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അമ്മായിമ്മയെ വികാരം കൊണ്ട് സമീപിക്കുന്ന ആളുകൾ സർവ്വസാധാരണമായി കഴിഞ്ഞു. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. അപ്പൊ നോക്ക്, നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം മനുഷ്യന്. എന്താ കാരണം? ആദാബ് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഈ പറഞ്ഞ ഭാഷകൾ മനസ്സിലാക്കിയില്ല. അതായത് ഭംഗിയായി ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദ്വായും കൂടി ചെയ്താൽ അത് അപ്പം തന്നെ സീതി വെച്ച് മരക്കളാണ് കയറ്റും. ഇനി അത് എവിടേക്ക് കൊണ്ടുവരുള്ളൂ? ഇലാ യൗമുൽ ഖിയാമ. അത് പൊളിക്കൂല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈമാൻ ഖിയാമ നാൾ വരെ പൊളിയില്ല എന്ന് അതിൻ്റെ അർത്ഥം. എന്നെ ഇതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് ഇവനെ കാക്കും? ചില തെറ്റുകൾ ചിലർക്ക് ചെയ്യാൻ കഴിയില്ല, മലക്കിന് സംരക്ഷണം ഉണ്ടാവും. ചിലർക്ക് ഇന്നത് ചെയ്യാൻ ഇന്നത് കണക്കുണ്ടാവില്ല, മലക്കിന് സംരക്ഷണം ഉണ്ടാവില്ല. രണ്ടാളൊരു ഹറാമിന് പോയിട്ട് ഒരാൾ പൗതിക്ക് മടങ്ങി, ഒരാൾ പോയി ചെയ്തു. എന്താ കാരണം? ഇവന് ഹിഫ്ളുണ്ട്, ഇവന് ഹിഫ്ളില്ല. മറ്റോ കുറ്റം പറയുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെ മാറി അങ്ങനെ നടന്നു. ഒരു അരക്കായ്ക്ക് പറ്റാത്തോ അങ്ങനെ പറയും. പിന്നെ അരക്കായ്ക്ക് പറ്റായി അല്ല, മലക്കളുടെ സംരക്ഷണം ഉണ്ട്.
ചിന്തിക്ക്. ഒരു ഭക്ഷണം കണ്ട പൊരുത്തം തോന്നി, അത് വേണ്ട. ഒറ്റ പള്ളാർച്ചണം എന്തേ അതിലാമുണ്ടാവും. മലക്കളവന് ഉള്ളിൽ കൂടി പറഞ്ഞു, വഅദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനീൻ. ഒരു മുഅ്മിനാണോ അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു മലക്കിനെ വഴതുറമിച്ചിട്ടുണ്ട്. ആ ചോറ് എനിക്ക് വേണ്ട, ആ കഞ്ഞി എനിക്ക് വേണ്ട. ഇവരാരാകണം? മുഅ്മിനാകണം. അപ്പോൾ ചിന്തിക്കുക, അതൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. എല്ലാ നന്മയും നന്മയല്ല, എല്ലാ തിന്മയല്ല. എല്ലാ നന്മയും നന്മയാണോ? എല്ലാ നന്മയും നന്മയാണോ? എല്ലാ തിന്മയാണോ? ഹജ്ജിന് പോവുക നന്മയാണോ? ഉംറക്ക് പോവുക നന്മയാണോ? അങ്ങനെ നന്മയാക്കുക, ആക്കുകയും ചെയ്യുക, ആക്കാതൊക്കെയും ചെയ്യുക. ഇങ്ങോട്ട് നോക്ക്. ഇന്നിപ്പോൾ നമ്മൾ ഹജ്ജിനും ഉംറക്കും കാരണം എന്താ? ഹവ. ഒരാൾ നല്ല കാര്യമാകണം നിബന്ധനയുണ്ട്. ചില കാര്യങ്ങളുണ്ട്. 5 നിസ്കാരം, അത് ഞാൻ ആരോടും ചോദിക്കണ്ട. ഹജ്ജിനോട് ചോദിക്കണം, ഉംറക്കോണെ ചോദിക്കണം, എന്തു ചോദിക്കണം, ഒക്കെ ചോദിക്കണം. മറ്റേ ഹവയാണ്. ഇന്നത്തെ ഹജ്ജിന്റെ 99% ഹജ്ജും ഹവയാണ്. ഉംറ 100% ഹവയാണ്. നമുക്ക് തോന്നിയതാണ്. അതേ സമയത്ത് പഴയ കാലത്ത് അങ്ങനെയല്ല. ഹജ്ജിന് പോകുകയാണെങ്കിൽ ഉംറക്ക് പോക്ക് പണ്ടില്ല. ഹജ്ജ് നോക്കിയുള്ളൂ, ഹജ്ജ് ചെയ്യണം ഉംറയുള്ളൂ. ഞാൻ കൊല്ലന്ന് ഹജ്ജിനോട് വിചാരിച്ചിരുന്നു. അപ്പോൾ പറയും ഇസ്തിഖാറത്ത് ചെയ്യും. ഞാൻ ഇസ്തിഖാറത്ത് ചെയ്യാം. വെള്ളിയാഴ്ച നമുക്ക് കാണാം. ജുമാഞ്ഞിട്ട് എന്നോട് പറയാം. ഉസ്താദ് പറയും, ഉസ്താദ് ഇസ്തിഖാറത്ത് ചെയ്യും. അയാളും ചെയ്യും. ഉസ്താദ് ഞാൻ സ്വപ്നം കാണാൻ അവൻ്റെ എന്തെങ്കിലും ഖൈറിട്ട് ചെയ്യും. അപ്പോൾ ഉസ്താദ് പറയും ആയിക്കോട്ടെ പോയിക്കോ, നല്ല സമയമാണ് പോയിക്കോ. അല്ലെങ്കിൽ ഉസ്താദ് പറയും ഇക്കൊല്ലം പോകണ്ട, എന്തോ ഖൈറില്ല, ഹജ്ജ് മുടക്കങ്ങളാരാ, പിന്നെ വർത്താനില്ല. പിന്നെ പറഞ്ഞു അടുത്തൊല്ലം പറഞ്ഞു ഒരുങ്ങിക്കോ, ഇക്കൊല്ലം എനിക്ക് പറ്റിയ സമയമാണ് പോയിക്കോ. എന്താ കാരണം? ഇന്ന് നമ്മൾ ചെയ്യുന്നൊക്കെ നമ്മളാവുകയാണ്. അവല്ലാത്തൊന്നും നമുക്കില്ല. നന്മ മുഴുവനും നന്മയല്ല, തിന്മ മുഴുവൻ തിന്മയല്ല, അവയാണ്. നമ്മൾ എന്ത് ചെയ്താൽ നന്മ, എന്ത് ചെയ്താൽ നന്മയാണ്, അവയാണ്. എന്തെന്ന് അവയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എൻ്റെ ഹവയുടെ കാരണം, ഹവയുടെ കാരണത്തിൻ്റെ അടിസ്ഥാനം ആ പല കാരണവും അതിനുണ്ട്, പല കാരണമുണ്ട്. അങ്ങനെ വളർന്നത് ആദാബ് ജീവിതത്തിൽ പാലിച്ചിട്ടില്ല. ഒരാൾ ആദാബ് പാലിച്ച് വുളു കൊടുത്തു, ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുളു കൊടുത്തു. ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുളു കൊടുത്ത ഒരു മനുഷ്യൻ ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുളു കൊടുക്കാൻ സൗകര്യമില്ല എങ്കിലോ അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുളു കൊടുക്കണം. അത്രയും നേരം കാത്തുത്തുന്നു. അവിടെ ഒരാൾ വുളു കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നിന്നു. അത് കഴിയുന്നവരെ ആ സുന്നത്തിന് കിട്ടണം. മനസ്സിലായില്ലേ? ഖിബ്ലയിലേക്ക് അതൊന്നും ഇതാ കണക്കുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കണക്കുണ്ട്. ഇന്ന് 90% വുളുവും എവിടെയാണ്? കക്കൂസിലല്ലേ. കക്കൂസിലാരാ പറക്കണം? ലൈത്താൻ ചെയ്താത്യം മിനൽ ഖുബതി വൽ ഖബായിഥി. മനസ്സിലായില്ല? അവിടെ ചെയ്താത്തിണ്ട് എന്ന് ഉറപ്പല്ലേ? ചെയ്താനുണ്ട്, ചെയ്താത്തിണ്ട്. എന്തുകൊണ്ട്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിഥി. ആൺ പിശാചിനെ തൊട്ടും പെൺപിശാചിനെ അവർ ചോദിക്കുന്നു. അവർ രണ്ട് ഉറപ്പാണല്ലോ. ഓല രണ്ടാളും ബെഡ്റൂമാണ്. അവിടെ എൻ്റെ ഉള്ളൂ. എന്ത് കാര്യം? പഴയ കാലത്ത് ഒന്നു ചെയ്യാൻ വേണ്ടി പുറത്ത് പോകും. ബാപ്പാക്ക് പിന്നെ ഒരു കൂട്ടത്തിലുണ്ടാവും. പുറത്ത് മരത്ത്, മനസ്സിലായില്ല, മരത്ത് ഒരു മൂലക്കൊരു സൈഡിൽ ഇല്ലേ പൈപ്പ് വെച്ചാൽ അവിടെ ഒരു പൈപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ പണ്ട് അവിടെ കിണ്ടിലും വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് അടച്ചെക്കും. പാട്ടി ഉണ്ടാവും. ഒന്നു കൊടുക്കുന്നൊക്കെ അവിടെ ഒന്നു കൊടുക്കുക. അവിടെ കൊട്ടത്തിലുണ്ടാവും അടിയിൽ അല്ലേ. എങ്ങനെയുണ്ട്? പിന്നെയോ അല്ലെങ്കിലോ പിന്നെ പിൽക്കാലഘട്ടത്തിൽ ഇപ്പോൾ വെള്ളം പൈപ്പൊക്കെ വന്നപ്പോൾ കോണിൻ്റെ ഓട്ടിലോ മറ്റോ ഒതു കൊടുക്കാൻ സ്ഥലം. ഇന്ന് 90% വീടുകളിലും ആളുകളും വീട്ടിൽ നിന്ന് ഒതു കൊടുക്കുകയാണെങ്കിൽ എവിടുന്ന ഒതു കൊടുക്കുന്നത്? കക്കൂസ്ന്നല്ലേ. ഒക്കെ പ്രശ്നം തന്നെയല്ലേ. ചിന്തിക്ക്. പാടില്ല എന്നല്ല, അതബില്ല. എന്തേ കക്കൂസിന് ഒന്നു കൊടുക്കാൻ പറ്റും? പാടില്ല എന്നല്ല, അതബില്ല.
അത് വലിയത്. അപ്പോൾ ഈ ദുആ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ 7-8 വാതിലും ഉടനെ തുറക്കപ്പെടും. അതിൽ തൗബനെ ചോദിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന, തൗബ സ്വീകരിച്ച അടിമകളിൽ എന്നെ പെടുത്തേണമേ. വജഅൽനി മിനൽ മുത്തതഖിരീന, ഉള്ളും പുറവും ശുദ്ധിയുള്ളവരിൽ എന്നെ പെടുത്തേണമേ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. നിനക്ക് അതാണ് അവസാനം. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദ്. ഇതിന് പൂർത്തിയായി. ഇത് സ്വർഗത്തിന്റെ താക്കോലായ ഒരു ദുആയാണ്. സ്വർഗത്തിന്റെ 8 വാതിലും ആ നേരത്ത് തുറക്കപ്പെടുന്നതാണ്. ഇനി സ്വർഗത്തിനെ ആശ്രയിക്കാൻ എനിക്ക് ആകെയുള്ള ഒരു തടസ്സം എന്താണ്? മരിച്ചിട്ടില്ല. മരിച്ച സ്വർഗം ആശ്രയിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അപ്പൊ ഒന്ന് പൂർത്തിയാക്കി ചെയ്യുക. ശ്രദ്ധിക്ക്. അറിയില്ലെങ്കിലോ നാട്ടിലെ മൊല്ലാക്കാനെത്തുന്നു പോയി പഠിച്ചാളാം. എനിക്ക് ഒന്ന് ശരിക്കും പഠിപ്പിച്ചായിരുന്നു. ഞങ്ങൾക്ക് പൈസ തരും, പൈസ കൊടുത്താളാം. പഠിച്ചാളാം, ശരിക്കും പഠിച്ചാൽ. ശരിക്കും പഠിപ്പിക്കണം. എനിക്ക് കമ്മി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. ഞാൻ ഇതെന്നെ കൃത്യമാക്കി തരണം. അങ്ങനെ കൃത്യമാക്കി അതിൻ്റെ ആരാവെല്ലാം ബിസ്മിയും ചൊല്ലി വെള്ളത്തിൽ തൊടുന്നത് മുതൽ അവസാനം കാല് കഴുകുന്നത് വരെയുള്ളതെല്ലാം വൃത്തിയാക്കി ഖിബ്ലക്ക് മുന്നിട്ട് ചെയ്തു. എന്നിട്ട് നീ അവിടെ നിന്ന് എണീറ്റ് പിന്നെ നീ എന്ത് ചെയ്യുക? പിന്നെ നീ എന്ത് ചെയ്യണം? ഈ ദുആ നടത്തണം. എങ്ങനെ? റാഫിഅൻ യദൈഹി വബസറഹു ഇലസ്സമാ. അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ലേ? എത്ര പക്ഷേ അവരൊക്കെ എത്ര സന്തോഷത്തിൽ കഴിയുണ്ടാവും. അവർക്ക് ഫാത്തിഹ സൂറത്തിന് മഅന അറിയില്ല, പക്ഷെ അത് പറയും. നമുക്ക് ഖുർആൻ മുഴുവൻ മഅന അറിയും. എന്തറിയില്ല, അത് പറയില്ല. നമ്മൾ ബോംബെക്ക് പോകും, നമ്മൾ ബിസിനസ് മാനാണ്. പക്ഷെ മൂപ്പര കയ്യിൽ എപ്പോഴും ഖുർആന്റെ പരിഭാഷ അല്ലാതെ മൂപ്പർ പോകില്ല. പെണ്ണുങ്ങൾ പറയും പറ്റും. പെട്ടിയിൽ എപ്പോഴും ഇക്കാക്ക് ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഇല്ലാതെ കാക്കൊരു പോയിക്കോവില്ല. കാക്കാക്ക് ലണ്ടനിൽ, ആംസ്റ്റർഡാമിൽ, ഫ്രാങ്ക്ഫർട്ടിൽ ഇതൊക്കെ ഭയങ്കര ബിസിനസ്സാണ്. ഇംഗ്ലീഷുകാരോടൊക്കെ ബിസിനസ്. മൂപ്പര് അടിത്തറട്ട് വിട്ട് കളിക്കൂല. മൂപ്പര് ഭയങ്കര ഖുർആന്റെ പരിഭാഷ 5 ദിവസമൊന്നുമല്ല, 30 ദിവസത്തിന്റെ പരിഭാഷയും കൊണ്ടാണ് മൂപ്പര്. ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ മൂപ്പരെടുത്തിട്ടുണ്ട്. ആദ്യം കൊണ്ടാണ് നടക്കുക. മൂപ്പര് ബാഗിൽ എപ്പോഴും ഉണ്ടാവും. മൂപ്പര് വിമാനത്തിൽ കയറിയാൽ വരെ കാക്കതാണ് പണി. ട്രാൻസ്ലേഷൻ ഓതോ ചെയ്യണ്ട. ട്രാൻസ്ലേഷൻ നോക്കണ്ട ജായിലെ ഇത് ഉള്ളു ശരിയാക്കുക. ജനങ്ങളൊക്കെ നശിച്ചത് ഈ ട്രാൻസ്ലേഷൻ ഇറങ്ങിയ ശേഷം. അതിൻ്റെ ഗുണം അവർക്ക് പരമകാരുണികനും കരുണാനിധി എന്ന് പറഞ്ഞാൽ ബാക്കി വരെ അവർക്ക് കിട്ടൂല. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഈ ഈമാൻ ഇസ്ലാമുണ്ട്. നമ്മളാരെങ്കിലും ആർക്കുണ്ടോ? നമ്മളാരെങ്കിലും അതോട് കൂടി ഓതൊടുക്കലുണ്ടോ? ഭയങ്കര മൂപ്പരെ പറ്റി നാട്ടിൽ എല്ലാവർക്കും അറിയാട്ടെ. മൂപ്പര് ഖുർആൻ പരിഭാഷ മൂപ്പരെ കയ്യിൽ എപ്പോഴും. വിമാനത്തെ മൂപ്പർക്ക് ഞാൻ കണ്ടതല്ലേ. ഞാൻ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് മൂപ്പരുണ്ട് ഫ്ലൈറ്റ്. ഞാൻ വർത്താനം പറഞ്ഞിരുന്നു. നോക്കും മൂപ്പര് ഭയങ്കരം ഖുർആൻ പരിഭാഷ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ സലാം പറഞ്ഞു പോകുന്നു. കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ്. ഓതോ സായുണ്ടോ? എൻ്റെ മുതലാളിക്ക് ഓതോ സായുണ്ടോ? ഓതോ സായ ജായിലെ വേറുള്ളതൊക്കെ എന്തിനാണ് പരിഭാഷ ചോദിച്ചത്? അപ്പോഴും ഇങ്ങനെ ബാങ്ക് കേൾക്കുക. അപ്പോൾ കാലിഫോർണിയയിലെ മറ്റേ മൂല്യരെ ബാങ്ക കേൾക്കണം. ഓ ഇംഗ്ലീഷിൽ കേട്ടാൽ മൂപ്പര് ചുരുക്കാവും. ഞാൻ മൂപ്പര് വിമാനത്തിൽ കണ്ടതാണ്. വിമാനത്തിൽ മൂപ്പര് വരെ വേല കേൾക്കണം. നിർത്താനം പറയാനപ്പോൾ മൂപ്പര് ഡിസ്റ്റർബ് ചെയ്തു. ബോധു ചെയ്യുന്നുണ്ടോ? ആദ്യം നിനക്ക് എന്താ വേണ്ട? ഒരു വേദവും കേൾക്കണ്ട. പഴയകാലത്ത് വേദമില്ലല്ലോ. കൊല്ലത്ത് 2-3 അപ്പള്ളിക്കലം മൂല്യര് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കും. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഈമാണ്ട്. ഇപ്പൊ വയറുണ്ട്, കൊല്ലില്ല, ഒക്കെ വയറാണ്. ഇതെന്നെ ചിന്തിച്ചോളി.
അവനാനെടുക്കുന്ന പണിയില്ല. മുൻഗാമികൾ എന്ത് ചെയ്തു? അവനാനെടുക്കേണ്ട പണി അവർ ലെവലാക്കി. എങ്ങനെയാ ഖിബിലക്ക് മുന്നിടുക. പിന്നെ രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തുക. റാഫിഅൻ യദൈഹി വബസറഹു ഇലസ്സമാ. പൊന്തിച്ച് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് ചൊല്ലിയതിനു ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ എന്ത് ചെയ്യാ? പിന്നെ വാൻ തഖ്റഅ സൂറത്തുൽ ഖദ്രി 3 മറات. അവിടെ കൈ പൊക്കിക്കൊള്ളണമെന്നില്ല, കൈ പൊക്കണ്ട. പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എത്ര വട്ടം? 3 വട്ടം. അതൊരു മുതലാണ്, അതൊരു പ്രൊട്ടക്ഷനാണ്. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് രാവിലെ കയറി വണ്ടി കയറിയിരുന്നാൽ 3 വട്ടം ചാവി അങ്ങോട്ട് കൂട്ടുക്കളിന് മുമ്പ് 3 വട്ടം എന്ത് പറയണം? ഇന്നാ അൻസൽനാഹു സുബ്ഹാനല്ലദീ സഖറ. വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം ഇല്ലേ മതി. വണ്ടി സ്റ്റാർട്ടാണെങ്കിൽ മുമ്പേ എന്ത് ചെയ്യണം? ഇന്നാ അൻസൽനാഹു 3 വട്ടം. ആപത്തുണ്ടാവില്ല, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതൊരു വല്ലാത്ത സൂറത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ. നമ്മളെ മുതൽ, അതാണ് നമ്മളെ മുതൽ. ആ സൂറത്ത് നമ്മളൊരു മുതലാണ്. അപ്പം ഒന്ന് പറയാം, എന്തൊക്കെ പറഞ്ഞേ വൃത്തിയായി ഒതു കൊടുക്കുക. പിന്നെ അക്കബിലേക്ക് മുന്നിട്ട് തന്നെ ഒതു കൊടുത്ത് കിബിലേക്ക് മുന്നിട്ട് കിബിലേക്ക് മുന്നിടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഒതു കൊടുത്തിട്ട് അത് സൂക്ഷിക്കുക. ഞാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ദുആ ചെയ്യുമ്പോൾ ഇവിടേക്ക് മുന്നിടുക. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന. അപ്പം എന്ത് വേണം? അപ്പോൾ നിന്റെ 2 കൈയും മുകളിലേക്ക് പൊന്തിക്കണം, നിന്റെ 2 ദൃഷ്ടിയും മുകളിലേക്ക് പൊന്തിക്കണം. അവനേകനാണ്, ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരും ഇല്ല. അശ്ഹദു അന്ന മുഹമ്മദൻ, മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ അബ്ദുഹു വറസൂലുഹു, അബ്ദുഹു വറസൂലുഹു. പിന്നെ പറഞ്ഞു അല്ലാഹുമ്മ ജഅൽനി, എന്നെ ആക്കണം, മിനൽ തവ്വാബീന, തൗബ ചെയ്ത് സ്വീകരിച്ച കൂട്ടത്തിൽ പെടുത്തണം. വജഅൽനി മിനൽ മുതതഖിരീന, എൻ്റെ ഉള്ളും പുറവും നീ ശുദ്ധിയാക്കി തരണം. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, വബിഹംദിക, നിന്റെ പൊലിമ പറയുന്നതോടെ. നിന്റെ പൊലിമ പറയല്ലേ, എനിക്ക് പറഞ്ഞാൽ തീരുവില്ല, നീ അത്രയും പൊലിമുള്ളവനാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. പിന്നെയും പറഞ്ഞു അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. വഅതൂബു ഇലൈക, നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? പിന്നെന്ത്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹു ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അപ്പോൾ ആദ്യം മുതൽ ഇതുവരെ ഒതു കഴിഞ്ഞു. ഒറ്റയടിക്കൊന്ന് ചൊല്ലി എല്ലാവരും. ആർക്കെങ്കിലും ഇവിടുന്ന് തന്നെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ പഠിച്ചാൽ. ഒതു കഴിഞ്ഞു, കയ്യും കണ്ണും ഇപ്പം ഒതു കഴിഞ്ഞു, കായൊക്കെ കഴുകി. ഖിബിലയിലേക്ക് മുന്നിട്ടു, കണ്ണും കയ്യും എങ്ങോട്ട്? ആകാശത്തേക്ക്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ നീ എന്ത് ചെയ്യാ? കൈ താഴ്ത്താം. ഇനി എന്ത് ചെയ്യാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. നീ കൈ താഴ്ത്തി
വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ من قرأها مرة واحدة كان من الصديقين ومن قرأها مرتين كتب في ديوان الشهداء ومن قرأها ثلاثة حشر مع الأنبياء ഇത് ഒരു വട്ടം ഓതിയാൽ അവനെ അല്ലാഹു ഔലിയാക്കളിൽ ഉൾപ്പെടുത്തും. ഒരു ഓതിയാൽ ومن قرأها مرتين ഈ സൂറത്ത് രണ്ട് വട്ടം ഓതിയാൽ കുതിബ മിന ശുഹദാഇ അവൻ ഷഹീദന്മാരിൽ അവന്റെ പേര് കൂട്ടും. ومن قرأها ثلاثة ദായിമായി മൂന്ന് വട്ടം ഇത് പതിവാക്കിയാൽ ഹുശറ മഅൽ അംബിയാ അംബിയാക്കന്മാരെ കൂടെ മഹ്ശറിൽ വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ മുതലൊക്കെ ഒരു മിനിറ്റ് വരെ, ഒരു മിനിറ്റ് 2 മിനിറ്റ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ 10 അലിഫ് വരെ അലിഫും ബാവും പഠിക്കാതെ ഓന് എടാ ഓനെന്ത് ചെയ്താൽ മതി, ഓനെ അവിടെ എത്തിക്കണം. അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്ത മുത്തുനബി പറഞ്ഞതാ. അവർക്ക് പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ.